ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ഫിൽറ്റർ, അതായത് മോട്ടർ അടിക്കുന്ന സമയത്ത് നമുക്ക് ടാങ്കിലേക്ക് പോകുന്ന വെള്ളം ഏറ്റവും ആദ്യം തന്നെ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ കിണർ വെള്ളം അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ കൂടിയും, ഓവറായിട്ടല്ല ചെറുതായിട്ടുണ്ടെങ്കിൽ കൂടിയും ഫിൽറ്റർ ചെയ്ത് നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ടാങ്കിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന എല്ലാ ഏരിയകളിലും ഫിൽറ്ററിങ് നമുക്ക് കിട്ടും. അതുമാത്രമല്ല, അപ്പോൾ ടാങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഫിൽറ്റർ ഇവിടെ നിന്ന് വെക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വന്ന് ചെളി അടിയുന്ന ഒരു സിസ്റ്റം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിന് ശേഷം വേണമെങ്കിൽ വയ്ക്കാം, ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഫിൽറ്റർ വയ്ക്കാം. ഇനി അതല്ല, നമുക്ക് തുടക്കത്തിൽ മോട്ടർ അടിക്കുന്ന സ്ഥലത്തും വയ്ക്കാം. കുറച്ചുകൂടി എഫക്റ്റീവ് മോട്ടർ അടിക്കുന്ന സ്ഥലത്ത് നിന്ന് വെക്കുന്നതാണ് കുറച്ചുകൂടി എഫക്റ്റീവ്. കാരണം നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് തന്നെ ഫിൽറ്റർ ചെയ്ത് നേരെ ടാങ്കിലേക്ക് വീഴുന്ന സമയത്ത് അപ്പോൾ ചെളി കാര്യങ്ങളൊക്കെ വന്ന് അടിയുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. മറ്റേതാകുമ്പോൾ നമ്മൾ വെള്ളം ഇറങ്ങുന്ന സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ മോട്ടർ അടിച്ച് മോട്ടറിൽ നിന്ന് കിണറിൽ നിന്ന് വരുന്ന ചെളി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടാങ്കിൽ വന്ന് അടിയുന്നത് എഫക്റ്റ് ഉണ്ടാകും. കുറേ നാൾ കഴിയുന്ന സമയത്ത് ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഫിൽറ്റർ വരുന്നത്. ഫിൽറ്റർ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തു, ഇതിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ നേരെ ഒന്നുമല്ല, ഇത് 1.5 ഇഞ്ചിൻ്റെ ഫിൽറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ന് 1 ഇഞ്ച്, ഔട്ടും 1.5 ഇഞ്ചിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നെന്ന് പറയുന്നത് നമ്മൾ 1.5 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊടുത്തു, ഔട്ടും ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ താഴെ കാണുന്നൊരു മോഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിത് അഴിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ കുറേ നാൾ കഴിയുന്ന സമയത്ത് ആ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് മാത്രമല്ല, ഫിൽറ്റർ നമുക്ക് 2 ഡയറക്ഷനിൽ കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതായത് നമുക്ക് ഇപ്പോൾ മോട്ടർ അടിക്കുമ്പോൾ ഈ ലെവലിലാണ് നമ്മൾ അടിച്ച് കൊടുക്കുന്നതെങ്കിൽ ഈ ലെവലിൽ നമുക്ക് ഫിറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മോട്ടറിൽ നിന്ന് വരുന്നു, അത് നേരെ ഫിൽറ്റർ വഴി കയറി ഇറങ്ങി പോകുന്നതെങ്കിൽ ഈ ഡയറക്ഷനിൽ തന്നെ കൊടുക്കണം. അതിൻ്റെ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട. ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന രീതി അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കണ്ടത് ആരോ മാർക്ക് വരുന്നു, ഈ സൈഡിൽ നിന്ന് വരുന്നു, നേരെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് പോകുന്നത്. വരുന്നതും പോകുന്നതും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു താഴെ കാണുന്ന ഫിൽറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റർ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഫിൽറ്റർ അതിൻ്റെ അകത്ത് വരുന്ന ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇനി അതല്ല, ഓവറായിട്ട് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫിൽറ്റർ വെച്ചതുകൊണ്ട് മാത്രമായില്ല. കാരണം വെള്ളം ഭയങ്കരമായിട്ട് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിൽറ്റർ മാറ്റി നമുക്ക് അല്ലാത്ത രീതിയിലുള്ള ഫിൽറ്ററുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് മുന്നേ നമ്മുടെ വെള്ളം, അതായത് കിണറിലെ വെള്ളം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഏതൊക്കെ കണ്ടൻറ്റുകളാണ് കൂടുതലുള്ളത്, ഏതൊക്കെ കണ്ടൻറ്റുകളാണ് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള രീതിയിലുള്ള ഫിൽറ്റർ വേണം ചെയ്യാനായിട്ട്. അതിങ്ങനത്തെയുള്ള ഫിൽറ്റർ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് അല്ലാത്ത രീതിയിൽ ഫിൽറ്റർ വെച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ രോഗം കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഫിൽറ്ററിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.